ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. 2025 നാം ഈ ഒരു ദിവസത്തെ ആചരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മക്കൾ ഒരു പക്ഷേ ആലോചിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മക്കളെ, 2025 യുണിസെഫിന്റെ കണക്ക് പ്രകാരം 138 മില്യൺ കുട്ടികൾ അഥവാ 13 കോടിയിലധികം കുട്ടികളാണ് ഇന്നും ബാലവേലയുടെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ 5 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഈ ഒരു പ്രായത്തിനുള്ളിൽ വലിയ വലിയ ഖനികളിലും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിലും ജോലി ചെയ്യുന്ന നിങ്ങളുടെ സമപ്രായക്കാരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ രാവിലെ എണീച്ച് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പേനയും പെൻസിലും പുസ്തകവും എല്ലാം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ അതേ പ്രായക്കാർ വലിയ വലിയ ആയുധങ്ങളാണ് അവരുടെ ജോലി സ്ഥലത്തേക്ക് വേണ്ടി എടുക്കുന്നത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ ആ ഒരു ജോലി സ്ഥലത്ത് അവർ കഷ്ടപ്പെടുന്നതിൻ്റെ അവസ്ഥകൾ മക്കൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. കാരണം അവർക്കും നിങ്ങൾക്കും ഒരേ പ്രായം തന്നെയാണെന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരു പക്ഷെ ആലോചിക്കും, ഞാൻ കാണുന്ന സ്ഥലത്ത് ഇത് കാണുന്നില്ലല്ലോ, എൻ്റെ ഇന്ത്യയിൽ, എൻ്റെ കേരളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈയിലും തെലുങ്കാനയിലും, എന്തിനധികം പറയുന്നു, കേരളത്തിലെ 140ഓളം ഹോട്ട്സ്പോട്ടുകളിലായിട്ടാണ് ഇന്നും ബാലവേല നിലനിൽക്കുന്നു എന്നാണ് 2025 കണക്കുകൾ പ്രകാരം പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടാൽ, 14 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ബാലവേല ചെയ്ത് കഷ്ടപ്പെടുന്നത് കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമാണ് 1098 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ നമ്പറിലേക്ക് വേഗം വിളിച്ച് വിവരങ്ങൾ പാസ് ചെയ്യുക. എന്നിട്ട് നമുക്കവരെ സംരക്ഷിക്കാം. കാരണം ഈ മക്കളാണ് നാളെയുടെ ഭാവിയായിട്ട് ഉയർന്നു വരേണ്ടത്. നമുക്ക് ഈ മക്കളുടെ കൈകളിലേക്ക് മൺവെട്ടിയും മറ്റും ആയുധങ്ങളും നൽകുന്നതിന് പകരം പേനകളെ നൽകാം, പെൻസിലുകളെ നൽകാം, പുസ്തകങ്ങളെ നൽകിക്കൊണ്ട് നമുക്ക് നല്ലൊരു ഭാവിയെ വളർത്തെടുക്കാം.